ഇൻകം ടാക്സ് ഒരു റിബേറ്റ് തന്നിരിക്കുന്നു 87A പ്രകാരം. ആ റിബേറ്റ് പ്രകാരം അവർക്ക് ടാക്സ് അടയ്ക്കണ്ട, പക്ഷെ ഫയൽ നിർബന്ധം ചെയ്തിരിക്കണം. നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ്. ശരിക്കും ആരൊക്കെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്? ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത ആൾക്കാരുടെ ആയിരിക്കും ഈ ഇയർ ഫയൽ ചെയ്യാം. ഇപ്പൊ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞാൽ അത് ക്രൈറ്റീരിയ ഉള്ളവർ മാത്രം ഫയൽ ചെയ്താൽ മതി. പക്ഷെ ആ ക്രൈറ്റീരിയയിൽ പെടുന്ന ആൾക്കാരാണോ നമ്മൾ നോക്കണം. ഇപ്പം 2 റെജീം ഉണ്ട്. ന്യൂ റെജീം പ്രകാരം 4 lakh അബവ് ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർ എന്തായാലും ഫയൽ ചെയ്യണം. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ ലാസ്റ്റ് ഇയർ 1 lakh and above ആണെങ്കിൽ ദേ ഹാവ് ടു ഫയൽ. പിന്നെ ഫോറിൻ ട്രാവൽ നടത്തുന്നു, അത് 2 lakh and above സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഫയൽ ചെയ്യണം. അതെ, ഇപ്പം സേവിങ്സ് അക്കൗണ്ടിൽ 50 lakh and above ഡെപ്പോസിറ്റ് ചെയ്തു, അതേപോലെ കറണ്ട് അക്കൗണ്ടിൽ 1 CR and above ഡെപ്പോസിറ്റ് ചെയ്തു. TDS TCS അത് 25,000 or 50,000 above പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഫയൽ ചെയ്യണം. നിർബന്ധമായിട്ടും അവർ ഫയൽ ചെയ്തിരിക്കണം. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇപ്പൊ ലാസ്റ്റ് ബഡ്ജറ്റിൽ വന്ന പ്രകാരം 12 lakh വരെ ടാക്സ് ഇല്ല എന്നുള്ളത്. അപ്പം 12 lakh വരെ ഫയലേ ചെയ്യണ്ട, നോ ടാക്സ് നോ റിട്ടേൺ. അതല്ല, 4 lakh and above ഉള്ള ഇൻകം ആള് എന്തായാലും ഫയൽ ചെയ്യണം. പക്ഷെ 12 lakh വരെ ഇൻകം ടാക്സ് ഒരു റിബേറ്റ് തന്നിരിക്കുന്നു 87A പ്രകാരം. ആ റിബേറ്റ് പ്രകാരം അവർക്ക് ടാക്സ് അടയ്ക്കണ്ട, പക്ഷെ ഫയൽ നിർബന്ധം ചെയ്തിരിക്കണം.